ഓം ശാന്തി. 2025 വരെയാണ്. 2025 വർഷത്തെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുന്ന പലരും, പല ആസ്ട്രോളജേഴ്സും, അതല്ലാത്ത രീതിയിൽ പറയുന്ന ഗുരുക്കന്മാരും, അങ്ങനെയുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാരും, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ 2025 വർഷം എന്നതിനെക്കുറിച്ച് പല രീതികളിലും പറയുന്നുണ്ട്. അതനുസരിച്ച് ചിലർക്ക് ദശ മോശമായിട്ട് വരികയാണ്, ഇന്ന രാശിക്കാർക്ക് ദശ മോശമാവാൻ പോവുകയാണ്, ഇന്ന രാശിക്കാർക്ക് ദശ നന്നാവാൻ പോവുകയാണെന്നൊക്കെ ഉള്ളതായിരിക്കുന്ന പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ 2025 മുന്നേ തന്നെ പലരും അത്തരം ടെൻഷനിൽ കുരുങ്ങിയിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. തീർച്ചയായിട്ടും ദശാ വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ട്, ഇല്ലാത്തതൊന്നുമല്ല. കാരണം എന്താണ് ഈ ദശ എന്ന് പറയുന്നത്? എന്താണ് ഈ ശനിദശ വരുന്നത്? അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു ദശ കൊണ്ട് മോശമാവുന്നത്? ഒരു കാര്യം ഞാൻ പഠിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം ഒരു ദശയും പൂർണ്ണമായിട്ട് മോശമല്ല. ശനിയും നല്ലതാണ്, രാഹുവും നല്ലതാണ്, കേതുവും നല്ലതാണ്, എല്ലാം നല്ലതാണ്. നമ്മുടെ അഥവാ എനിക്കത് മോശമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടാവുക, ഞാൻ എത്ര ശ്രമിച്ചിട്ടും പൈസ വരാതിരിക്കുക, എൻ്റെ പൈസ പല സ്ഥലങ്ങളിൽ കുരുങ്ങിക്കിടക്കുക, അനാവശ്യമായിട്ട് എന്തെങ്കിലും പൈസ കയ്യിൽ വരുമ്പോഴത്തേക്കും രോഗമായിട്ട് കഷ്ടപ്പാടായിട്ട് ഇതൊക്കെ പോയി പോവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉറപ്പാണ് എന്തോ സംതിങ് റോങ് ആണ്. നിങ്ങളും വിചാരിക്കുന്നുണ്ടോ എന്തോ സംതിങ് റോങ് ആണ്, ഞാൻ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുള്ളതൊക്കെ? ഇതിനുള്ള ഒന്നാമത്തെ റെമഡി ഞാൻ അങ്ങനെ തന്നെ പറയാം, ഒന്നാമത്തെ റെമഡി മെഡിറ്റേഷനാണ്. പലർക്കും ജീവിതത്തിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ എന്തെങ്കിലും കഷ്ടം വന്നു, സങ്കടം വന്നു, വിഷമം വന്നു എന്ന ആ സമയത്ത് മെഡിറ്റേഷൻ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെഡിറ്റേഷൻ വേണ്ട. കഷ്ടം വരുമ്പോൾ മാത്രം നിങ്ങൾ ഭഗവാനെ ഓർക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ പുണ്യം, ആ സപ്പോർട്ട് സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്കും ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ വന്ന് കാണേം, അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക? എന്തെങ്കിലും കാര്യം ഉണ്ടാവും, വരുന്നുണ്ടല്ലോ എന്ന് പറയില്ലേ? ഈശ്വരൻ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറയില്ല കേട്ടോ. കാര്യം ഉണ്ടാവും, അതുകൊണ്ട് വരില്ലേ എന്ന് ഈശ്വരൻ പറയില്ല. ഇല്ല. പക്ഷേ നിങ്ങളുടെ കർമ്മം, ആ സമയത്ത് ഭഗവാൻ നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ നമ്മൾ യോഗ്യപാത്രമാവണ്ടേ? ഒരു നാഴി കൊള്ളുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ ഇടങ്ങഴി ഒഴിക്കാൻ പറ്റുമോ? 1 ലിറ്റർ കൊള്ളുന്നതിൻ്റെ ഉള്ളിൽ 10 ലിറ്റർ ഒഴിക്കാൻ പറ്റുമോ? അപ്പോൾ 10 ലിറ്റർ ഭഗവാൻ സഹായം ഒഴിച്ചു തന്നാലും അത് സ്വീകരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പാത്രത്തിന് ആ 10 ലിറ്റർ കൊള്ളാൻ വിധം യോഗ്യമാക്കണമല്ലോ. ആ യോഗ്യത നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കുരുങ്ങുന്നത്. എന്നാൽ പിന്നെ നമുക്ക് രക്ഷയില്ലേ അതിൽ നിന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ആസ്ട്രോളജേഴ്സും എല്ലാ ഗുരുക്കന്മാരും പറയുന്ന മുഖ്യമായ കാര്യം, സ്വയം പരമാത്മ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യം രാജയോഗത്തിൻ്റെ അഭ്യാസം. മെഡിറ്റേഷൻ എന്നത് വളരെ ഉയർന്നൊരു പദ്ധതി തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ചക്രങ്ങളെയും ചാർജ് ചെയ്യുന്നതോടുകൂടി എല്ലാ ഗ്രഹങ്ങളും ബാലൻസ്ഡ് ആവുന്നു. അപ്പം എല്ലാ ചക്രങ്ങളും എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ദിവസവും മെഡിറ്റേഷൻ അഭ്യസിക്കുകയും പരമാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ശ്രീമതം എന്ന വാക്കുകൊണ്ട് പറയും. ശ്രീമതം എന്ന് ചിലർത്ഥം ഈശ്വരൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശത്തെ 100% പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാവില്ലാത്തൊന്നും ഞാൻ പറയില്ല. എന്തെങ്കിലും മുജ്ജന്മത്തിൻ്റെ കർമ്മം കൊണ്ട് ഞാൻ ഒരാളെ കൊന്ന കണക്കാണെങ്കിൽ കാല് ഒന്ന് മുറിഞ്ഞിട്ട് കുറച്ച് കിടക്കേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപമാനം മറ്റൊരാൾക്ക് കൊടുത്തൊരു സാഹചര്യമാണെങ്കിൽ, അറിയാതെ ചെന്ന് കുരുങ്ങിയിട്ടാണെങ്കിലും കുറച്ച് അപമാനിക്കപ്പെടുന്ന സാഹചര്യം വരുമായിരിക്കാം. പക്ഷേ അത് നിങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വീഴില്ല. അവിടെ നിന്നും നിങ്ങൾക്ക് കയറി വരാൻ വേണ്ടിക്കൊണ്ടൊരു ചെറിയ ഏണി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള വീഴ്ചയെ നമ്മൾ വീഴൂ. നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ താങ്ങാൻ പറ്റുന്ന തോന്നുകയും അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സഹായം കിട്ടിക്കൊണ്ട് അധികം വൈകാതെ അതിൽ നിന്ന് കയറി വരാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ റെമഡി മെഡിറ്റേഷൻ. നിങ്ങളുടെ എല്ലാവരും വീടുകളിലെ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോവുക, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുക. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രാജയോഗത്തെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം വൈകാതെ എല്ലാ ഗ്രഹങ്ങളെയും ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഈ വരാൻ പോകുന്ന വർഷത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രഹത്തിന്, ഇപ്പം ഞാൻ ഒരു ദിവസം വരെ ഇതുവരെ രാജയോഗ മെഡിറ്റേഷനൊന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? ഒരു കാര്യം പിന്നെയും പറയട്ടെ,
ഓപ്ഷണൽ അല്ല മെഡിറ്റേഷൻ, അനിവാര്യമാണ് മെഡിറ്റേഷൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മെഡിറ്റേഷൻ ഒരു ഓപ്ഷൻ ആയിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കൂ അല്ലെങ്കിൽ വേണ്ടാന്നാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓപ്ഷൻ അല്ല, ഇത് അനിവാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും അതല്ല വൃദ്ധജനങ്ങളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ മനഃശാന്തിയും ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടതായിരിക്കുന്ന സഹജമായൊരു ഉപാധിയാണ് മെഡിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം, 2025 എന്ന് പറയുന്നത് ബൃഹസ്പതിയുടെ വ്യാഴത്തിൻ്റെ സമയമാണ് എന്നെല്ലാവരും പറയുന്നു. വ്യാഴത്തിൻ്റെ സമയമാണ്, ചൊവ്വയുടെ സമയമാണ്. നമ്പർ ന്യൂമറോളജി പ്രകാരമാണ് ഇതൊക്കെ പറയുന്നത്. എനിവേ സത്യമായിട്ടുള്ള കാര്യമാണ്, 2025 വർഷമാണ്. നമ്പർ കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നേക്കാം. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ നിങ്ങൾക്ക്, അതിനുവേണ്ടി കൊച്ചു കൊച്ചു റെമഡികൾ നിങ്ങൾ ചെയ്താൽ മതിയാവും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചൊവ്വാഗ്രഹം എന്തുകൊണ്ടാണ് നമ്മൾ പറയില്ല ചൊവ്വാദശയാണ്, അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ഈ ചൊവ്വ എന്നതായിട്ടുള്ള ഒരു ഗ്രഹം ആക്റ്റീവാണ് എങ്കിൽ, ഞാൻ പിന്നെയും പറയാണ്, ചൊവ്വ എന്ന ഗ്രഹം എന്ന് പറയുന്നത് മേലെയുള്ള ഗ്രഹം മാത്രമല്ല കേട്ടോ, നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാകുന്ന ആക്ടിവേറ്റഡ് തോട്ട്സ് ആണ് ആ സമയത്ത് ഗ്രഹത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്ത് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ പോരാ, ഒരു 10 ആൾ ചെയ്യുന്ന പണി ഒന്നിച്ച് ചെയ്യാനുള്ള രീതിയിലുള്ളതായിട്ടുള്ള ഊർജ്ജമുള്ളവരായിരിക്കും അവർ. അപ്പോൾ ഒരാൾ വളരെ ഊർജ്ജം കുറഞ്ഞ ആളും മറ്റൊരാൾ ഭയങ്കര ഊർജ്ജമുള്ള ഒരാളാണെങ്കിൽ രണ്ടും ഒത്തുപോയില്ലല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ ചൊവ്വയുടെ സമയമാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ പല മടങ്ങ് ഇരട്ടി എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കണം നിങ്ങൾ, അപ്പോഴേ ഈ കാലഘട്ടത്തിൽ ജയിക്കാൻ പറ്റൂ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ഇരട്ടി ഫാസ്റ്റായിട്ട് മനസ്സോടുകയും ശരീരം ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സും ശരീരവും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാകുന്നതും ആ സംഘർഷമാണ് സ്ട്രെസ് ആവുന്നത്, ടെൻഷൻ ആവുന്നത്, പേടിയാകുന്നത്, ഡിപ്രഷൻ ആകുന്നത്, നിരാശയാകുന്നത്, എന്നെ കൊണ്ടാവില്ല എന്നുള്ള വിചാരത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അതാവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഡെയിലി റൂട്ടീൻ പ്ലാൻ ചെയ്യൂ. ദിവസവും അതെ, നമ്മുടെ ശുദ്ധമായിട്ടുള്ള ആഹാരം, ശുദ്ധമായിരിക്കുന്ന വ്യവഹാരം, രാത്രിയിൽ അല്പം ആഹാരം കഴിച്ച് അതിരാവിലെ ഉണർന്ന് നേരത്തെ ഉണർന്ന് തൻ്റെ റൂട്ടീൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് സമയം, സങ്കല്പം, ശ്വാസം എന്നതായിരിക്കുന്ന നിധികളെ യഥാർത്ഥമായി ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടേ വരൂ. നിങ്ങൾ ഏത് രാശിയുള്ളവരാണെങ്കിലും സമയാനുസാരം തൻ്റെ സമയ, സങ്കല്പ, ശ്വാസം എന്ന ധനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ശനി എന്ന് വരുന്ന സമയത്ത് കഷ്ടപ്പാടുണ്ടാവാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ ശനി ഗ്രഹം നമ്മളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിക്കാൻ തരുന്നതാണ്. ചിലർ പറയും എനിക്ക് 7 ശനിയാണ്, കണ്ടക ശനിയാണ്, ഏതും ആയിക്കോട്ടെ. ആ കാലഘട്ടത്തിൽ കഠിനമായി നിങ്ങൾ അധ്വാനിക്കുന്നുവെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് പിടിച്ചു നിന്ന് പോകാനുള്ള ശക്തിയും കിട്ടും. അത് പോകുന്നതോട് കൂടിയിട്ട് നിങ്ങളിൽ ധനം വർഷിച്ചിട്ട്, മീൻസ് അതുവരെ ചെയ്ത എല്ലാ കർമ്മത്തിൻ്റെയും ഫലം ഒന്നിച്ച് നമ്മളിൽ വർഷിച്ചുകൊണ്ട് നിങ്ങളെ കോടിപതികളാക്കിയിട്ടേ അത് പോവുള്ളൂ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, എല്ലാം നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ, സങ്കല്പത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ, ഈ ഒരുപാട് സമയം റീൽസ് കണ്ടിട്ടും ഒരുപാട് സമയം എന്തൊക്കെയോ പാട്ടും സിനിമയും കണ്ടും സമയം കളയാതെ ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചു, ഇതൊന്നുമല്ല, ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും മനസ്സലയാൻ വിട്ടു, ഇങ്ങനെ നമ്മുടെ സമയത്തെ കളയാതെ പ്രോപ്പർ വേല സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യമായിരിക്കുന്ന ദിനചര്യയുടെ ടൈം ടേബിൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ സമയത്ത് ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ 2025 വർഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുഗ്രഹം മാത്രമേ ചൊരിയുള്ളൂ. മാത്രമല്ല ഗുരുവിൻ്റെ സമയമാണെന്നാണ് പറയുന്നത്. വ്യാഴം ചേർത്തം ഗുരുവാണ്. അപ്പോൾ ഗുരു എപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കാറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൻ്റെ കർമ്മത്തിലും വാക്കിലും സംസ്കാരത്തിലും സങ്കല്പത്തിലും ശുദ്ധി കൊണ്ടുവരാൻ വേണ്ടി, സത്യത കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കൂ. എങ്കിൽ 2025 നിങ്ങൾ പേടിക്കേണ്ട. സമയം ഏതോ ആയിക്കോട്ടെ, രാശി ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ദശ ഏതോ ആയിക്കോട്ടെ, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായ ദിനചര്യയിലൂടെ തൻ്റെ കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഏത് രാശിയിലുള്ളവർക്കും ഈ 2025 അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ഒരു രാശിക്കാരും പേടിക്കേണ്ട, നമുക്കെല്ലാവർക്കും നല്ല സമയമാണ്. നിങ്ങളുടെ ഏത് രാശിയിലുള്ളവർക്കും എല്ലാ പരിധികളെയും ബന്ധനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിർത്താത്ത രീതിയിലുള്ളതായിരിക്കുന്ന സമ്പത്തും സമൃദ്ധിയും സന്തോഷവും നിറയുന്ന ജീവിതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓം ശാന്തി.